എൻ്റെ പേര് ഡോക്ടർ ജോസഫ് എ തോമസ് എന്നാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ക്ലിനിക്കൽ സൈക്കോളജി പഠിപ്പിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ, അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലും ഇവിടെയും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 40 വർഷത്തോളം അമേരിക്കയിലാണ് പഠിപ്പിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ, നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, ഇവിടെയാണ് പഠിപ്പിച്ചത്. അതേസമയം ഞാൻ ക്ലിനിക്കൽ സൈക്കാട്രി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ പിശാച് ബാധ എന്ന് പറയുന്ന പേരിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അമ്മാവന് ഒരു പുരോഹിതനായിരുന്നു. അവിടെ ഒത്തിരി പേരിങ്ങനെ പിശാച് ബാധയാണെന്നും പറഞ്ഞ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊരു താല്പര്യം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സൈക്കോളജി എങ്ങനെയോ ഞാൻ സൈക്കോളജിക്ക് പോകാൻ വന്നതല്ല. ഞാനിവിടെ അന്നത്തെ കാലത്ത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം എടുത്തു. പക്ഷേ എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഫിലോസഫി സൈക്കോളജിയിലേക്ക് മാറി. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതെന്താ ഒരു ഭ്രാന്താണോ മാറി. പക്ഷേ എനിക്കതിലൊരു താല്പര്യം, എനിക്ക് ഇന്ന് വരെ ആ ഒരു വിഷയത്തിലൊരു മടുപ്പ് തോന്നിയിട്ടില്ല, അന്നത്തെ കാലം മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് ഞാൻ കാശ് കിട്ടുന്ന കാര്യങ്ങളൊന്നും നോക്കിയില്ല. എനിക്ക് താല്പര്യമുള്ള കാര്യം പഠിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് പഠിക്കാമെന്ന് വെച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ഫിലോസഫി ആയിരുന്നു. അത് കഴിഞ്ഞ് സൈക്കോളജി MA തുടങ്ങി. സൈക്കോളജി MA തുടങ്ങി ഉടനെ എന്നെ അവിടെ അധ്യാപകനായിട്ട് തന്നെ നിയമിച്ചു, ആ പഠിച്ചെടുത്ത് തന്നെ. അപ്പോൾ അതേ ക്ലാസ്സിൽ തന്നെ എൻ്റെ ജൂനിയേഴ്സിനെ ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു 10 കൊല്ലത്തോളം കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യവട്ടത്ത് പഠിപ്പിച്ചു. പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയി ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടി. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ ഞാൻ പോയപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ട് ഉടനെ തിരിച്ചു വരിക എന്നുള്ള രീതിയിലായിരുന്നു പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പഠിച്ച് 2 കൊല്ലം ആകാറായപ്പോൾ 2 വർഷത്തെ അവധിക്കാണ് ഞാൻ പോയത്. 2 വർഷം ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുതി അനുവാദമില്ലാതെയാണ് നിങ്ങൾ ഇവിടുന്ന് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഉടനെ തിരിച്ചു പോകണം അവിടുത്തെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ. അവർ പറഞ്ഞു എന്തിനാണ് പോണത്, ഇനിയിപ്പോൾ അവിടെ പോയി കഷ്ടപ്പെടണം, ഇവിടെ നിന്നു, ഇവിടെ ജോലിയുണ്ടല്ലോ ഇഷ്ടം പോലെ ചെയ്യാവുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിവിടെ വന്നിട്ട് ഇത്ര ബന്ധപ്പെട്ടൊരു കാര്യം എന്താ ഇതിനോട് നുണയൊക്കെ പറഞ്ഞ് എന്നെ പ്രത്യേകിച്ച് സ്വഭാവത്തിലുള്ളിടത്ത് ഈ ഇവരുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം അന്തസ്സായിട്ട് അവിടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളുടെ നിന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ ട്രെയിനിങ് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്നെ അവർ പഠിപ്പിക്കാനാക്കി ഈ അവിടുത്തെ ബാക്കി സൈക്കോളജി റെസിഡൻസിനെ. അങ്ങനെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ എന്നെ ഫാക്കൽറ്റിയിലെടുത്തു. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ എന്നെ വിളിച്ചു ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന്. അതിന് 2 വർഷം യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ നിന്നു. പിന്നെ ഒരിടത്തൊരു ഇൻപേഷ്യൻറ്റ് സൈക്കാട്രി യൂണിറ്റിൻ്റെ ഡയറക്ടറായിട്ട്. അതൊരു സാധാരണ ജോലിയല്ല, സാധാരണ സൈക്കാട്രിസ്റ്റിന് മാത്രം കൊടുക്കുന്നതാണ്. പക്ഷേ എന്തോ അവരെനിക്ക് തന്നു ജോലി. അത് ഞാൻ കുറച്ച് നാൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അഡ്മിനിസ്ട്രേഷൻ എനിക്ക് പറ്റിയതല്ല. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ സൈക്കോളജി പഠിച്ചിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാനത് വിട്ടു. അത് വിട്ട് അപ്പോഴേക്കും എന്നെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി 2ാമത് വിളിച്ചു ഫുൾ ടൈം അവിടെ ഇരിക്കാനായിട്ട്. അങ്ങനെ അവിടെ വന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പഠിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അതാണ് അന്നത്തെ ഒരു അനുഭവം. പിന്നെ ആ പഠിപ്പീരിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം പഠിപ്പിച്ചപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന പോലെ ഞാൻ പഠിപ്പിച്ചത്. അതായത് സാറെല്ലാം ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന് അതിൻ്റെ ഒരു സമ്മറിയൊക്കെ ഉണ്ടാക്കി അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങൾ പിള്ളേരെല്ലാം ഇരുന്ന് നോട്ട് എഴുതും. ഈ ആദ്യം 1-2 ക്ലാസ് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ അവർ പറഞ്ഞു, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ കൊച്ചു കുട്ടികളൊന്നുമല്ല, PhD സ്റ്റുഡൻസാണ്, മെഡിക്കൽ സ്റ്റുഡൻസാണ് 2 കൂട്ടർ. അവർ പറഞ്ഞു ഇതെന്തോന്ന് ഇത് പുസ്തകത്തിലുള്ളത് ഞങ്ങൾക്ക് വായിക്കാൻ അറിയാൻ വയ്യ, ഇംഗ്ലീഷ് വായിക്കാൻ, സാറെന്തോ ചെയ്തത് എന്നുള്ളത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു ആശ്വാസമായി. കാരണം എനിക്ക് പുസ്തകമൊന്നും വായിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കെൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഓരോ പേഷ്യൻസിനെ കണ്ടത്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഓരോന്നും അവരെ പഠിപ്പിച്ചു. ആൻഡ് ദേ എൻജോയ്ഡ് ഇറ്റ് വെരി വെൽ. നല്ല ഒരു ഇതായിരുന്നു. അങ്ങനെ 25 വർഷത്തോളം പഠിപ്പിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. എനിക്കൊരു 3-4 കൊല്ലം ഒരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പോഴേക്കും എന്തെങ്കിലും ഞാൻ ഡെവലപ്പ് ചെയ്യും.
ഞാൻ ആദ്യം ഇതുപോലെ ക്ലിനിക്കൽ സൈക്കോതെറപ്പി എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം റീഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവരെന്നെ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആക്കി. അപ്പോൾ പെയിൻ മാനേജ്മെൻറ്റ് സാധാരണ നമ്മൾ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം അതിനാവശ്യമില്ല എല്ലാവർക്കും. ചിലർക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഒരുപാട് പേര് വരുന്നവർക്ക് തന്നെത്താൻ സെൽഫ് ഹിപ്നോസിസ് കൊണ്ട് പെയിൻ കൺട്രോൾ ചെയ്യാം എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അവരെ അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എല്ലാം മനസ്സിലാക്കും. ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഫിയറോ അങ്ങനെ പേടിയെല്ലാം ഉള്ളവർ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞ് പെയിൻ മാറിയാൽ മാറും. ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് ഞാൻ സർജറി വരെ നടത്തിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് സർജറി, ഒരു 1 hour സർജറി ഓൺലി അണ്ടർ ഹിപ്നോസിസ്, നോ അനസ്തീഷ്യ. അപ്പോൾ അത് സാധിക്കും. എല്ലാവർക്കും പറ്റില്ല, പക്ഷേ മജോറിറ്റി ആളുകൾക്കും സാധിക്കുന്നതാണ്. അപ്പോൾ അവർ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പെയിൻ മാറ്റിയിട്ട് പിന്നെ അവരെ കൊണ്ട് തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യിപ്പിച്ച് സെൽഫ് ഹിപ്നോസിസ് ചെയ്ത് സ്വന്തം പെയിൻ മാറ്റാൻ പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവർ ഇത് ചെയ്യാൻ പിന്നെ മരുന്നിനധികം ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ അത് നേഷൻ വൈഡ് എല്ലായിടത്തുനിന്നും ആളുകൾ വരുമായിരുന്നു അതിന്. അത് എനിക്ക് വലിയൊരു താല്പര്യമായി. പക്ഷേ 4-5 വർഷം കഴിഞ്ഞപ്പോൾ അത് മടുത്തു. പിന്നെ ഞാൻ സിക്കിൾ സെൽ ഡിസീസ് എന്നും പറഞ്ഞൊരു രോഗമുണ്ട്. അത് ഈ അമേരിക്കയിലെ നീഗ്രോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ഇന്ത്യയിൽ ഈ പഞ്ചാബ് ആ ഏരിയ ഉള്ളവർക്ക് എല്ലാം ഉണ്ട്. അത് ഒരു ബ്ലഡിൻ്റെ അകത്തുള്ള ബ്ലഡ് കോർപ്പസൽസ് ചിലപ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്ത് ബ്ലഡ് ഫ്ലോ കുറഞ്ഞ് ഭയങ്കര വേദനയുള്ള ഒരിതാണ്. അവർക്ക് സാധാരണ ഒരു 3 ആഴ്ചയിലൊരിക്കലോ 1 മാസത്തിലൊരിക്കലോ ഇതുപോലെ അറ്റാക്ക് ഉണ്ടാകും, 2-3 ദിവസം. അത് ഭയങ്കര പ്രയാസം ഇതായിരുന്നു. അപ്പോൾ അന്നേരം അവർ ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റൽ എമർജൻസി റൂമിൽ കിടക്കും, 2-3 ദിവസം ഇൻപേഷ്യൻ്റായിട്ട് കിടക്കും. ഇങ്ങനെ അത് കഴിയുമ്പം തിരിച്ചു പോകും. ഇതൊരു റുട്ടീൻ, അവർക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റുകയില്ല. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഈ കുറേ ടെക്നീക്സൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ പെയിൻ കൺട്രോൾ ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞപ്പം ഇൻപേഷ്യൻ്റ് അഡ്മിഷൻ 40% കുറഞ്ഞു. രോഗികൾ തന്നെത്താൻ പെയിൻ മാറ്റി തുടങ്ങിയപ്പോഴേ 40% ഇൻപേഷ്യൻ്റ് കുറഞ്ഞു. പിന്നെ അതുപോലെ എമർജൻസി റൂമിലേക്ക് ഓടിപ്പോകുന്ന അത് വളരെ കുറഞ്ഞു. അപ്പോൾ അതിൽ പലരും സ്വന്തമായി പിന്നെ ബിസിനസ് തുടങ്ങി, ജോലി ചെയ്ത് തുടങ്ങി. അത് കുറച്ചാൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിന് പിന്നെ മരുന്നുകളൊക്കെ ആയപ്പോഴും ഇപ്പോൾ അതില്ല. പക്ഷേ ഞാനാണ് ആദ്യമായിട്ട് ലോകത്തിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ക്യാൻസർ പേഷ്യൻസിനെ വർക്ക് ചെയ്തു 10 കൊല്ലത്തോളം. അപ്പോൾ ഈ ക്യാൻസറിന് വരുമ്പോഴേക്കും പല കാര്യങ്ങളുണ്ട്. ഡിപ്രഷൻ, അസുഖം വന്നാൽ ഉടനെ തന്നെ ഭയങ്കര ഡിപ്രഷൻ. അത് കഴിയുമ്പോൾ ഇപ്പോൾ ചത്തുപോകും എന്നുള്ളൊരു പേടി. അത് കഴിഞ്ഞ് പെയിൻ, പല ക്യാൻസറിനും വളരെ കൂടുതൽ പെയിനുണ്ട്. അപ്പോൾ പെയിൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ ആ മരുന്ന് ഇഫക്റ്റീവ് അല്ലാതാകും. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് കഴിക്കും. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് കഴിക്കും. അപ്പോൾ ഇതിനൊരു അന്ത്യമില്ല. അപ്പോൾ കുറേ എണ്ണമെങ്കിലും നമുക്ക്, അതുപോലെ കുറേ പെയിനെങ്കിലും വേദനയെങ്കിലും തന്നെത്താൻ കുറയ്ക്കാമെങ്കിൽ പിന്നെ മരുന്ന് അത്രയും കുറച്ചല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പല ഈ ലോ ബാക്ക് പെയിൻ പേഷ്യൻസാണ്. അപ്പോൾ ഇങ്ങനെ ബാക്കിൽ പെയിൻ വരും, എന്നിട്ട് ഇങ്ങനെ കാലേ കൂടെ വരും. അവർ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ മാറ്റിയപ്പം നല്ലതുപോലെ അങ്ങ് പോകും ഒരു മജോറിറ്റി ആളുകൾ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് എല്ലാവരും കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒരു ഗ്രൂപ്പ്, ഒരു 10 പേരെ ഒന്നിച്ച് വീതം കാണുന്നത്. 10 പേരെ ഒന്നിച്ചിരുത്തി ആ ഗ്രൂപ്പിൽ ഈ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പം അതിലൊരു 5-8 പേര് പെയിൻ നല്ലപോലെ കുറഞ്ഞു എന്ന് പറയും. 2-3 പേര് പറയും യാതൊരു വേദനയില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുനിഞ്ഞു നോക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയും പേർക്ക് മരുന്ന് കൊടുക്കാതെ നമുക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ചുരുങ്ങിയ തോതിലുള്ള മരുന്നുകൊണ്ട് നിയന്ത്രിക്കാം. അത് ഞാനൊരു 5-6 വർഷം ചെയ്തു. അത് പിന്നെ അത് സ്റ്റാൻഡേർഡായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് നിർത്തി. അത് അജ്ഞത കൊണ്ടാണ് ഒന്ന്. പിന്നെ സമൂഹം ഇവന് ഭ്രാന്തനാന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഭ്രാന്തും ഒന്നുപോലാണെന്നുള്ളതാണ്. മനോരോഗങ്ങളെല്ലാം ഒന്നുപോലാണെന്നാണ് നമ്മുടെ പലരുടെയും ധാരണ. അങ്ങനെയല്ല. ചില അസുഖങ്ങളുണ്ട്, സ്കിസോഫ്രീനിയ, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്, ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഈ ബോധമില്ലാതെയും ഇതെല്ലാം വരാം.
പക്ഷേ ബാക്കി ഇപ്പോൾ ആങ്സൈറ്റി, ഹിസ്റ്റീറിയ, ന്യൂറസ്തീനിയ പഴയ ചില കണ്ടീഷൻ, പിന്നെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് ശരീരത്തിന് അസുഖം ഉണ്ടാകുന്നത്. ഇതൊന്നും ഭ്രാന്തല്ല, നമ്മളിൽ പലർക്കും ഉണ്ട്. അതുപോലെ ചിലതരം ഡിപ്രഷൻസ് ധാരാളം. ഈ ന്യൂറോട്ടിക് ഡിപ്രഷൻ എന്ന് പറയും, റിയാക്റ്റീവ് ഡിപ്രഷൻ എന്ന് പറയും, ഇത് അങ്ങനെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. കാലത്തിനനുസരിച്ച് ഓരോരോ പേര് മാറ്റും, സംഗതി ഒന്ന് തന്നെ. അങ്ങനെ അതെല്ലാം നമുക്ക് ചികിത്സിക്കാവുന്നേ ഉള്ളൂ, മരുന്ന് കൂടാതെ ചികിത്സിക്കാവുന്നേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ചെറിയ ആധിയുള്ളപ്പോൾ ഓരോ മനോരോഗങ്ങളെ പറ്റി ഞങ്ങൾ പഠിക്കുമ്പോഴങ്ങനെ തോന്നുമായിരുന്നു, ഇതെനിക്കുണ്ടല്ലോ ആധി. അത് കഴിഞ്ഞ് ഹിസ്റ്റീറിയ, കൺവേർഷൻ ഡിസോർഡർ, അതായത് മനസ്സിലെ ചില വിഷമം കൊണ്ട് ശാരീരികമായ രോഗങ്ങൾ, അതെനിക്കുണ്ടല്ലോ ചിലപ്പോൾ. അപ്പോൾ അതങ്ങനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അങ്ങനെ തോന്നും. അത് വായിക്കുമ്പോൾ സൂക്ഷിക്കണം, ഈ എല്ലാ രോഗവും കൂടെ എനിക്ക് വരികയില്ല. എനിക്ക് ഉദാഹരണമായിട്ട് എനിക്ക് ആങ്സൈറ്റിയും സ്കിസോഫ്രീനിയയും കൂടെ ഒന്നിച്ച് വരികയില്ല. അപ്പോൾ ഓരോരുത്തരും ഇതുണ്ട്. അത് ആദ്യം വായിക്കുമ്പോൾ വരുന്നതാണ്. അത് സൈക്കോളജിസ്റ്റിനും ഉണ്ട്. അതിന് സൈക്കോളജിസ്റ്റ് ആങ്സൈറ്റി എന്ന് പറയും. ചില രോഗികൾ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ പറയും, എനിക്കും അതുണ്ടല്ലോ എന്ന് തോന്നും. അതിന് നമ്മൾ ആദ്യമേ ശരിക്കുള്ള ട്രെയിനിങ് വരുമ്പോൾ, ഇത് എൻ്റെ രോഗമല്ല, നിങ്ങളുടെ രോഗമാണ്, അത് നിങ്ങളുടെ പ്രശ്നമാണ് പറയാൻ വന്നത്, അത് എൻ്റെ പ്രശ്നമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. കൂട്ടിക്കുഴച്ചാൽ ഞാൻ നിങ്ങൾക്കില്ലാത്ത രോഗം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അത്തരം പ്രൊജക്ഷൻ മാറ്റണം. അത് കുറച്ച് ട്രെയിനിങ് വരുമ്പോൾ, നമ്മൾ സൈക്കോളജിസ്റ്റിനോ ട്രെയിനിങ് വരുമ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം അവർക്ക് എല്ലാം ഉണ്ടത്. ഫോബിയ എന്ന് പറയുമ്പോഴും പേടി എന്ന് പറയുമ്പോഴും ഒരു വ്യത്യാസമുണ്ട്. പേടി നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കടുവ പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു പാമ്പ് വന്നു, അപ്പോൾ നമുക്ക് യാതൊരു പേടിയുമില്ല, യാതൊരു ഇതുമില്ലെങ്കിൽ നമ്മൾ നോക്കി, അത് ശരിയല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കുഴി കണ്ടു എടുത്തിയാൽ പോവും. എനിക്ക് കിണറ്റിലേക്ക് എടുത്തിയാടുന്ന ഇത്തിരി ഭയമില്ലെങ്കിൽ ഞാനങ്ങ് എടുത്തിയാടില്ലേ. അപ്പോൾ അതുകൊണ്ട് ചില പേടികൾ ശരിയായ ഒരു റെസ്പോൺസ് പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു ശത്രുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കെതിരായിട്ടുള്ള ജീവൻ വന്നാൽ ഒന്നുകിൽ നമ്മൾ ഓടിപ്പോകണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ തോൽപ്പിക്കണം. ഈ രണ്ട് വഴികളാണുള്ളത്. അപ്പോൾ ഈ പേടി വരുമ്പോൾ നമ്മൾ ഓടുക എന്നുള്ളത് അധികം അല്ലേ. അപ്പം ശരിയായിട്ടുള്ള ചില പേടികൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ കിണറ്റ് കണ്ടപ്പോൾ എടുത്തി കാണുക. അപ്പോൾ കുട്ടികളെ നമ്മളത് തടഞ്ഞ് നിർത്തും. അതേസമയത്ത് ഈ ചില പേടികൾ അതിന് യുക്തിരഹിതമാണ് തീരെ. അതാണ് ഈ ഫോബിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അപ്പോൾ ഒരു ഫോബിയ ഉള്ളവരാണെങ്കിൽ പറയും ഓപ്പൺ സ്പേസ് അവർക്ക് പേടിയായിരിക്കും. അല്ലെങ്കിൽ ഒരു എലിവേറ്ററിൽ കയറി നമ്മൾ ലിഫ്റ്റിനകത്ത് കയറി കഴിയുമ്പം അടഞ്ഞ സ്ഥലമാണ്. ആ അടഞ്ഞ സ്ഥലത്ത് കയറുമ്പോഴേക്കും ശ്വാസം മുട്ടുന്നവരും പ്രയാസപ്പെടുന്നവരുമുണ്ട്. അങ്ങനെയുള്ള തരം എക്സസീവ് ഫിയേഴ്സ് വരുന്നതാണ് ഈ ഫോബിയ ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ മാറ്റുന്നത്. മാറ്റിയിട്ട് റാഷണൽ ഫിയേഴ്സ് അത് വേണം. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അത്രയേ ഉള്ളൂ.